കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മിൽക്ക് പുഡിങ്ങിന്റെ റെസിപ്പി നോക്കിയാലോ. അതിനാദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് തണുക്കുന്നതിന് മുമ്പ് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് വെക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെക്കുക. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് കൈകൊണ്ട് അടിച്ച് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം മാറ്റി വെച്ചിരിക്കുന്ന പാൽ മിശ്രിതം ഇതിലേക്ക് നന്നായി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതൊന്ന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുഡിംഗ് ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് ഇത് മൂടിയതിന് ശേഷം ആവി ചെമ്പിൽ വെച്ച് ഒരു 25 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് തട്ടി മാറ്റാവുന്നതാണ്. ഇവിടെ നമ്മുടെ പാൽ പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. കുഞ്ഞു കൂട്ടുകാർക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ കൂടുതൽ സ്വാദേറും. അടുത്തൊരു വീഡിയോയുമായി കാണാം.